ഹായ് ഗായ്സ്, പത്തരമാറ്റി സീരിയലിൻ്റെ ഒരു പുതിയ എപ്പിസോഡ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനിയുടെ വിവാഹമാണ്. അനാമികയുടെയും വിവാഹ ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. നന്ദുവും അനിയും തമ്മിൽ ഇഷ്ടത്തിലാണ് എങ്കിൽ തന്നെയും വീട്ടിലുള്ള എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. ആ ഒരു പരിപാടിക്കിടയിൽ നടക്കുന്ന ചില രസകരമായ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാവേ. അപ്പോഴേക്കും നമ്മുടെ നയനയും അതുപോലെ തന്നെ ആദർശം കൂടി നടന്നു വരികയാണ് വിവാഹ ഒരുക്കങ്ങളൊക്കെ നോക്കിക്കൊണ്ട്. അപ്പം നയന പറയുന്നുണ്ട്, എല്ലാം നല്ല ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് ആദർശേട്ടാ എന്നിങ്ങനെ പറയാണ്. അപ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, എവിടെ ഒരു ലോറി എൻ്റെ പുറകെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ലോറി കാണുന്നില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. അപ്പം നയന പറയാം, ലോറിയോ, എന്തിനാ വിവാഹത്തിന് ലോറി പുറകെ വരുന്നത് എന്ന് ചോദിക്കുക. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അതെന്താണെന്ന് വെച്ചാലേ താൻ ഭയങ്കര ഗിഫ്റ്റൊക്കെയാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്തു ലോറിയിലായിരിക്കും ഗിഫ്റ്റൊക്കെ പുറകെ വരുന്നതെന്ന് ഓർത്തു എന്ന് പറയാണ്. അപ്പോഴേക്കും നയന പറയാണ്, ഒന്ന് നിർത്തുന്നുണ്ടോ ഈ ചാളി, ഇങ്ങനെയാണോ പറയുന്നത്? ഗിഫ്റ്റ് കൊടുക്കുന്നത് ലോറി നിറച്ചും വരും എന്നൊന്നുമല്ല. നമ്മുടെ ഇഷ്ടത്തിന് നമ്മളൊരു ഗിഫ്റ്റ് കൊടുത്താലേ അത് നമ്മുടെ മനസ്സിൽ പിടിക്കണം, കൊടുക്കുന്നവർക്കും ഇഷ്ടപ്പെടണം. അപ്പോൾ അതൊരു വലിയ ഗിഫ്റ്റാവും. അല്ലാതെ ഒരു ലോറി നിറച്ചും ഗിഫ്റ്റ് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ റൊമാൻറ്റിക്കായിട്ട് സംസാരിച്ചുകൊണ്ട് വരികയാണ് കേട്ടോ. ഇത് നമ്മുടെ ദേവയാനി കാണുകയാണ് അവിടെ നിന്ന്. അപ്പോൾ ദേവയാനിക്ക് ഇത് കാണുമ്പോൾ തൊട്ടേ മനസ്സിൽ എന്തൊക്കെയോ ഒരു വല്ലായിക പോലെയും ഒക്കെ തോന്നുകയാണ് കേട്ടോ. അത്രയ്ക്കങ്ങ് സുഖിക്കുന്നില്ല ദേവയാനിക്ക്. ഇതൊക്കെ നമ്മുടെ നവ്യയും കനകയും മുകളിൽ നിന്ന് കാണുന്നുണ്ട്. അപ്പോൾ ആളുകളൊക്കെ രണ്ട് സൈഡിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. നടുക്കൂടിയാണ് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് വരുന്നത്. ആ സമയം ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് വരുമ്പോഴേക്കും നയനയുടെ കാല് സ്ലിപ്പായിട്ട് ഇങ്ങനെ വീഴാൻ പോവാണ് കേട്ടോ. വീഴാൻ പോകുമ്പം ആദർശ് ഇങ്ങനെ നയനയെ കയ്യിലേക്ക് കോരി എടുക്കുകയാണ്. അപ്പോൾ ഭയങ്കര റൊമാൻറ്റിക്കായിട്ട് ആദർശിൻ്റെ മുഖത്തേക്ക് നയന ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. ആദർശ് നയനയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. കണ്ണിൽ അവരിങ്ങനെ നോക്കി നിൽക്കുന്ന സമയം ഇത് മുകളിൽ നിന്നുകൊണ്ട് കനകയും നവ്യയും കാണുകയാണ്. അപ്പോഴേക്ക് അവർ പറയാണ്, കൊള്ളാലോ, ഏതായാലും ആദർശും നയനയും കൂടെ ഒന്നാവുകയാണല്ലോ, അവർ രണ്ടും കൂടെ ഭയങ്കര സ്നേഹം എന്നൊക്കെ പറഞ്ഞിട്ട് കനകയും നവ്യയും കൂടി കുറേ പൂക്കളൊക്കെ വാരി മുകളിൽ നിന്ന് താഴേക്ക് ഇടുകയാണ് കേട്ടോ. അനിയും അനാമികയും വരുമ്പം ഇടാനുള്ള പൂക്കളാണേ, അത് മുകളിൽ നിന്നുകൊണ്ട് ഇടുകയാണ് താഴോട്ട് ആദർശിൻ്റെയും നയനയുടെയും മുകളിലേക്ക്. അങ്ങനെ ആദർശും നയനയും കുറച്ച് സമയം ഭയങ്കര റൊമാൻറ്റിക്കായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അത് നമ്മുടെ മുത്തശ്ശിയും ഒക്കെ കാണുകയാണ്. അപ്പം മുത്തശ്ശിക്ക് സന്തോഷമാവുകയാണ്. മുത്തശ്ശി പറയുന്നുണ്ട്, ഇപ്പോൾ ആദർശും നയനയും കൂടി കുറച്ച് അടുപ്പമായി, അത് നല്ല കാര്യമാണെന്ന് പറയണം. അപ്പം മുത്തശ്ശനും പറയുന്നുണ്ട്, ശരിയാണ്, അവരിങ്ങനെ ഒരുമിച്ച് നന്നായിട്ട് ജീവിക്കുന്ന കാണുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ മനസ്സ് നിറയാണ് ചെയ്യുന്നത് എന്ന് പറയാൻ കേട്ടോ. അതേസമയം ദേവയാനി ഇത് കാണുകയാണ്. ദേവയാനി നോക്കുമ്പോൾ മുകളിൽ നിന്ന് പൂവൊക്കെ വന്ന് വീഴുന്നു. ഇവർ രണ്ടുപേരും ആദർശിൻ്റെ കൈകളിലേക്ക് നയന കിടക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ ദേവയാനിക്ക് മനസ്സിൽ ഭയങ്കര വിഷമം തോന്നുകയാണ്. നെഞ്ചിനൊരു വേദന പോലെയൊക്കെ തോന്നുകയാണ്. അയ്യോ, ആദർശും നയനയും കൂടെ ഒന്നിച്ച് നിൽക്കുന്നു എന്നുള്ള ഭാവത്തിൽ. മുകളിൽ നിന്ന് ഇതാരാ ഈ പൂക്കളൊക്കെ എറിയുന്നത് എന്ന് ദേവയാനി സ്വയം പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് നോക്കുകയാണ്. അപ്പം കനകയും നവ്യയുമാണേ പെട്ടെന്ന് തന്നെ അവരവിടെ കുനിഞ്ഞിരിക്കുകയാണ്. ദേവയാനി അവരെ കാണുന്നുമില്ല കേട്ടോ. അതിനുശേഷം ആദർശും നയനയും അവിടെ നിന്ന് സന്തോഷത്തോടെ മുമ്പോട്ട് നടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മുത്തശ്ശിക്കും ഒക്കെ ഒരുപാട് സന്തോഷമാകും. പക്ഷേ ഇത് കണ്ടിട്ട് നെഞ്ചിനകത്തൊരു വേദന പോലെയൊക്കെ തോന്നുകയാണ് ദേവയാനിക്ക്. ശരിക്കും ദേവയാനിക്കൊരു നെഞ്ചുവേദനയൊക്കെ തോന്നുകയാണ് കേട്ടോ. അതിനുശേഷം ഒരു മൂടില്ലാത്തതുപോലെ ദേവയാനി അവിടെ എവിടെയൊക്കെ പോയി ഇരിക്കുന്നുണ്ടേ. അപ്പോൾ നയന ഇത് കാണുന്നുണ്ട്. അപ്പം നയന മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അമ്മയ്ക്ക് എന്തോ ഒരു വയ്യായിക പോലെ തോന്നുന്നുണ്ടല്ലോ, ഇപ്പം ചെന്ന് ഞാനത് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ കടിച്ചു തിന്നാനായിട്ട് വരും, അതുകൊണ്ട് വേണ്ട, ചോദിക്കണ്ട എന്ന് പറയാണ്. എല്ലാവരും ചോദിക്കുന്നുണ്ട് കേട്ടോ ദേവയാനിയോട്, എന്ത് പറ്റിയെന്ന്. ഒന്നുമില്ല എന്ന് പറയാണ്. പക്ഷേ ദേവയാനിക്കൊരു നെഞ്ചുവേദന ഫീൽ ചെയ്യുന്നുണ്ട്. ദേവയാനി പറയുന്നില്ല. ദേവയാനി പറയാണ്, ഇതിപ്പോൾ ഇവിടെ ഞാൻ എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ചടങ്ങ് നടക്കുമ്പോൾ, ഇത്രയും നല്ലൊരു ചടങ്ങ് നടക്കുമ്പോൾ എല്ലാവരും കൂടെ പേടിച്ചു പോകും, അതുകൊണ്ട് പറയണ്ടെന്ന് പറയാം. പക്ഷേ ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ നയന പക്ഷേ ചോദിക്കാനൊന്നും പോകുന്നില്ല. ഇതേ സമയം നന്ദുവും അനിയും കൂടി കാണുകയാണ് കേട്ടോ. അനിക്കാണെങ്കിൽ നന്ദുവിനോട് ഭയങ്കര പ്രണയമാണ്, നന്ദുവിനുമുണ്ട്. അതേസമയം ഇവർ തമ്മിൽ കണ്ടു കഴിയുമ്പോഴേക്കും ഭയങ്കര റൊമാൻറ്റിക്കായിട്ടൊക്കെ പോകും. അപ്പോൾ ഇത് കനക കാണുകയാണ്. നന്ദുവിൻ്റെ കയ്യിൽ അനി വന്ന് പിടിക്കുകയൊക്കെയാണ്. വളരെ വിഷമത്തോടെ ഇങ്ങനെ സംസാരിക്കാനൊക്കെ തുടങ്ങുമ്പോഴേക്കും പെട്ടെന്ന് കനക അവിടുന്ന് ഓടി വരികയാണ്. എടി നന്ദു എന്ന് വിളിച്ചിട്ട്. അപ്പോഴേക്കും ഇത് കണ്ടുകൊണ്ട് നമ്മുടെ ജലജ നിൽപ്പുണ്ട്. അപ്പോൾ ജലജ ഇങ്ങനെ വിചാരിക്കുകയാണ്, ഇവർ തമ്മിൽ സംസാരിക്കുന്നതിൽ എന്തോ ഒരു പന്തികേടുണ്ടല്ലോ. ഇവർ തമ്മിൽ സംസാരിക്കുമ്പം എന്തിനാ ഈ
കനക ഇത്ര ടെൻഷൻ അടിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് ജലജ ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ കനക വന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഇങ്ങോട്ട് വാ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പം നന്ദു ചോദിക്കുന്നുണ്ട്, അതെന്താ ആൻറ്റി, നന്ദുവും ഞാനും കൂടി ഇന്ന് ആദ്യമൊന്നും അല്ലല്ലോ സംസാരിക്കുന്നത്, ഞങ്ങൾ സംസാരിച്ചെന്ന് വെച്ചാൽ എന്താ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കനക പറയാണ്, അതൊന്നും വേണ്ട, സംസാരിക്കൊന്നും വേണ്ട, ഒരു അത്യാവശ്യ കാര്യമുണ്ട്, അങ്ങോട്ട് വരണം. എന്ത് അത്യാവശ്യം ആൻറ്റി എന്ന് ചോദിക്കുമ്പോൾ പറയാണ്, അത് ഇവളുടെ അച്ഛനെ വയ്യാതെ കിടക്കാണ്. എന്ത് പറ്റി അങ്കിളിന് എന്ന് ചോദിക്കുകയാണ്. അതൊരു വയറുവേദന എന്ന് പറയണം. അപ്പം ഈ സമയം നമ്മുടെ ഗോവിന്ദൻ അതുവഴി ഒരു കൂളായിട്ടങ്ങ് വരികയാണ്. അപ്പോഴേക്കും പറയാണ്, അനി പറയാണ്, ദേ ഒരു കുഴപ്പമില്ലല്ലോ അങ്കിളിന് എന്ന് പറയാണ്. ഇല്ല കുഴപ്പമുണ്ട്, വയറുവേദനയുണ്ട്, ഫുഡ് കഴിച്ചിട്ട് വയറുവേദനയുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവിടെ കിടന്ന് ഉരുണ്ട് കളിക്കുകയാണ് കനകം. ഇതെല്ലാം ജലജ അവിടെ നിന്ന് കാണുകയാണ്. അപ്പം ജലജയ്ക്ക് മനസ്സിലൊരു പ്ലാനുണ്ട് കേട്ടോ, നവ്യയെ അവിടെ നിന്ന് ഒഴിവാക്കണം, എങ്ങനെയെങ്കിലും നവ്യയെ അവിടെ നിന്ന് ഒഴിവാക്കണം, ഈ വിവാഹത്തോടെ നവ്യയും അവിടെ ഉണ്ടാവരുതെന്നൊക്കെ ജലജ ഭയങ്കരമായിട്ട് ജലജയും ആബിയും കൂടെ പ്ലാൻ ചെയ്തിട്ടൊക്കെയുണ്ട്. ഈ സമയം ഇവരുടെ ഉരുണ്ട് കളിയും കൂടെ കാണുമ്പോൾ ഇതിലെന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ എന്നൊക്കെ ജലജയ്ക്ക് തോന്നുകയാണ് കേട്ടോ. ബാക്കി കഥയൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാവേ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കല്ലേ. താങ്ക്